ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ കാശ്മീർ ഗ്രേറ്റ് ലേക്ക് ട്രക്കിങ്ങിൻ്റെ ഒന്നാമത്തെ ദിവസത്തിൻ്റെ രണ്ടാമത്തെ പാർട്ടായ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു കടുകിടു. We will survive. നമ്മുടെ ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞു. ഇനി ഒരു മഴ പ്രതീക്ഷിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് മഴയ്ക്ക് മുന്നേ ക്യാമ്പിലെത്തുക എന്നുള്ള പോലെയുള്ള അടുത്ത യാത്ര, ഡോറയുടെ പ്രയാണം ആഫ്റ്റർ ഇൻ്റർവൽ. അത്യാവശ്യം കല്ലുകൾ നിറഞ്ഞ ദുർഘടമായ മല തന്നെ അങ്ങനത്തെ കേട്ടോ. സൈഡിൽ നല്ല ഭംഗിയിൽ ഒരു വാട്ടർ സ്ട്രീം പോണ്ടേ, അതിങ്ങനെ സ്റ്റെപ്പായിട്ട് ഒഴുകിയിട്ട് വരണേ കണ്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. നമ്മൾ KGL ട്രക്കിങ്ങിന് വരുന്നതിന് മുമ്പ് ഉദ്ദേശം ഒരു 2 മാസം മുമ്പെങ്കിലും മസ്റ്റായിട്ട് ഫിറ്റ്നസിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചു തുടങ്ങണം. എവിടെ നോക്കിയാലും പല പല ഭംഗികളിൽ പല പല സീനറിക്കായിട്ട് തണുത്തുറഞ്ഞു നിന്ന ഐസ് മാളികളൊക്കെ, മലകളൊക്കെ ഉരുകി അവിടെ നിന്ന് ഒലിച്ചു വരുന്ന നദികളാണ്. ഇവിടെ ഇത് ഒഴുകുന്ന കാണാൻ തന്നെ തെളിനീരായിട്ട് ഭയങ്കര ചന്ത. പക്ഷേ ഐസ് വാട്ടർ ആണ് ശരിക്കും. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഐസ് ആവാറായതിന് തൊട്ട് റേഞ്ചുള്ള ഒരു വെള്ളം, തൊട്ടാൽ കൈ മരവിക്കും. അപ്പോൾ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ ഫിറ്റ്നസിൻ്റെ കാര്യം. അപ്പോൾ ഫിറ്റ്നസ് നിങ്ങൾ വരുന്നതിന് ഒരു 2 മാസം മുന്നേ തന്നെ ഏറ്റവും കുറഞ്ഞൊരു 10 കിലോമീറ്റർ വെച്ച് നടത്താം, സൈക്ലിങ് അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യങ്ങളിലേക്കൊക്കെ അവസാന സമയത്ത് എത്തുന്ന പോലെ ആരംഭിച്ച് വെക്കണം. നല്ല ഫിറ്റ്നസ്, നല്ല കാർഡിയോ ഉണ്ടാവണം. നമ്മൾ എത്ര അവിടെ വെച്ച് മല മറച്ചു എന്ന് പറഞ്ഞാലും ഇവിടെ വന്ന ഈ ഹൈ ആറ്റിറ്റ്യൂഡിൽ ശ്വാസത്തിൻ്റെ പ്രശ്നം, തലവേദന, AMS, ഞാൻ നേരത്തെ പറഞ്ഞ മരണം ചിലപ്പോൾ മിഠായിട്ട് കിട്ടിയായിരിക്കാം, അങ്ങനത്തെ സംഭവം. അതിൻ്റെ ചെറിയ സെൻറ്ററൊക്കെ എനിക്കും ഫ്രണ്ടിനൊക്കെ തോന്നി. തലവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നന്നായി ബ്രേക്ക് എടുക്കുക, മെല്ലെ നടക്കുക, ഒരുപാട് വെള്ളം കുടിക്കുക. ഇതാണ് അതിനുള്ള പോകാൻ വഴി. അധികം സ്ട്രെയിൻ ചെയ്യാണ്ട് നടക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ മുന്നേ തന്നെ തുടങ്ങി വെക്കണം. നല്ല കാർഡിയോ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ട് വലിയ പ്രശ്നമില്ലാണ്ട് നീങ്ങാം. അതുപോലെ നമ്മൾ നാട്ടിലൊരു ഹൈക്കിങ്ങിന് പോണ പോലെയല്ല ഇവിടെ. 2 പാറ വലിച്ച് കയറുമ്പോഴേക്കും നമ്മുടെ 72ൻ്റെ ബീറ്റ് 120-ലെത്തും. ഞാൻ പറഞ്ഞാൽ എന്താ വെച്ചാൽ ഹാർട്ട് ബീറ്റ്. അപ്പോൾ ഫിറ്റ്നസ് മുഖ്യം. അതാണ് ഇതിൽ വരുന്നവർക്ക് ഉള്ള മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ 2 ട്രക്കിംഗ് ബോൾ ഉണ്ടെങ്കിൽ നന്നായിരിക്കും. അത് ചെളി വരുമ്പോഴാണ് കൂടുതൽ പ്രശ്നം വരിക. ഒരു ട്രക്കിംഗ് ബോൾ മതി, കയ്യിൽ മതിയായി ഇതിൽ കരുതാൻ ശ്രമിക്കണം. എങ്ങനെ പോയാലും 2-3 ആൾ ഒരുമിച്ച് ആയിട്ട് നടക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ വേഗത എന്തോ ആ വേഗത്തിൽ നടക്കുക. വേറെ കൂട്ടാനോ കുറയ്ക്കാനോ ഒരാൾക്ക് വേണ്ടി കാത്തുക്കാനോ നടക്കരുത്. കുതിരപ്പട ലെഫ്റ്റും റൈറ്റും ആയിട്ട് ഇങ്ങനെ തീരാതെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓരോരോ ടീമിൻ്റെ. കണ്ടോ ഗ്യാസ് സിലിണ്ടർ ഒരു ക്യാമ്പിനുള്ളല്ല സാധനം. ഹായ് ക്രിക്കറ്റ് ബാറ്റ് ഉത്തർജാക്കിയ ക്രിക്കറ്റ് കളിക അങ്ങേ അറ്റത്ത് അവർ നടക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് അതുവരെ എത്തണം. അതുവരെ അല്ല, അതും കടന്നു പോകണം. ഇപ്പോഴത്തെ ടാസ്ക് അതാണ്. ഇതിൽ കുതിരക്കാരും ഇത് കണ്ടക്ട് ചെയ്യുന്നവരും ഒക്കെ കൂളായിട്ട് കടന്നു പോകണം. ഇവിടെ ഈ വാട്ടർ സ്ട്രീമിൻ്റെ അടുത്ത് എത്തിയപ്പോഴാണ് കേട്ടോ ഈ പക്ഷീനെ കാണുന്നത്. വാല് കൊണ്ട് നല്ല ചലനമൊക്കെയുള്ള നല്ല ഭംഗിയുള്ള ഒരു പക്ഷി. ഇതാണ് വൈറ്റ് ക്യാപ്ഡ് റെഡ് സ്റ്റാർട്ട്, അല്ലെങ്കിൽ വൈറ്റ് ക്യാപ്ഡ് വാട്ടർ റെഡ് സ്റ്റാർട്ട് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പക്ഷീനാണ് കേട്ടോ. ഇത് നമ്മുടെ ഇന്ത്യയിലും അതുപോലെ മധ്യ ഏഷ്യയിലും ചൈനയിലും തായ്ലൻഡിലൊക്കെ സർവ്വസാധാരണമായിട്ട് കാണുന്ന ഒരു സംഗതി തന്നെയാണ്. നല്ല ഭംഗിയുള്ള നമ്മുടെ നാടൻ ബുൾബുള്, വെള്ളയും കറുപ്പുമായിട്ടുള്ള പക്ഷിയോട് സാമ്യമുള്ള ഒരു ഇനം തന്നെയാണ് കേട്ടോ ഇത്. എന്ത് രസം കാണാൻ, അടിപൊളി. ഹിമാലയൻ ക്രോയ്ക്ക് ശേഷം നമ്മൾ കാണുന്ന മറ്റൊരു സൈറ്റിങ്. ഇത് ഈ മിതശീതോഷ്ണ മേഖലയിലൊക്കെ കാണുന്ന, തണുത്ത കാലാവസ്ഥയിലൊക്കെ ധാരാളമായിട്ടുള്ള ഒരു സംഗതിയാണ് കേട്ടോ. ഉത്തരാഖണ്ഡിലൊക്കെ നോർമലാണിത്. നമ്മൾ ഒരു സൈഡ് ഫുള്ള് പാറയായിട്ടുള്ള ഒരു മലയുടെ സൈഡിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും അവിടെ മണ്ടയിൽ പോയി റെസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മളവിടെ എത്തുമ്പോൾ അവർ എനിക്ക് പോകും, നമ്മൾ കുറച്ച് നേരം അവിടെ ഇരിക്കുക. പക്ഷെ നമുക്ക് ടൈം കുറവായിട്ടുള്ളൂ. സ്ലോയിൽ നടന്നാൽ അതൊരു പ്രശ്നം. ഫ്രണ്ടിൽ പോണവരെ കൂടെ പോയി കഴിഞ്ഞാൽ അങ്ങനെ പോവാം.
ഈ സംഭവം ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾ, ഈ വാലി ഫുള്ളായിട്ട് ഏതാണ്ട് നമ്മുടെ മൂന്നാറിലെ തേയിലത്തോട്ടത്തിനോട് സാമ്യമുള്ള പോലെ ഒരു ചെടി. പക്ഷെ അത് തേയിലത്തോട്ടം എന്നല്ല, ഇത് വേറെന്തോ ഒരു സുനാപ്പിയാണ്. പിന്നെ അവസ്ഥ വെരി ഹാർഡ്. നമ്മുടെ ശാരീരികാവസ്ഥ കൊണ്ട് കൊണ്ടു കേട്ടോ. അത് ഫിറ്റ്നസ് വർക്കൊക്കെ ചെയ്തിട്ടും ഹേമസിൻ്റെ ഒരു അടി കിട്ടി. അപ്പോൾ നമുക്ക് അധികം അഭ്യാസം കാണിക്കാൻ പറ്റില്ല. മെല്ലെ മെല്ലെ പോകണം, നല്ലോണം ബ്രെത്ത് എടുത്ത് മെല്ലെ ബോഡിക്ക് സ്ട്രെയിൻ കൊടുക്കാണ്ട് പോകേണ്ട കാരണമാണ്. ഈ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ മുള്ളാനാ മുട്ടുക, രണ്ടിന് പോകാനാ മുട്ടുക, ഒന്ന് നവദ്വാരങ്ങളിലൂടെ പുക വരും എന്ന് പറഞ്ഞ സ്ഥിതിയാണ് ഹേമസ്. നമ്മൾ പല പടങ്ങളിലും പട്ടാളക്കാരൊക്കെ ഈ പുല്ലായിട്ട് കടന്നുകൂടാ, പോയിട്ട് 2 വെടി വെച്ചുകൂടെ എന്ന് വിചാരിക്കും. അങ്ങനത്തെ വഴികളൊക്കെ ബ്രോസ് എൻ്റെ പൊന്നു ഒരു രക്ഷയില്ല നടന്നെത്താൻ. നാളെ ആകുമ്പോഴേക്കും ഒരുവിധം ഈ ക്ലൈമറ്റും ആറ്റിറ്റ്യൂഡൊക്കെ ആയിട്ട് ബോഡി സെറ്റാവാൻ. കാരണം നമ്മൾ 7500 11,500 കയറിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രശ്നങ്ങളാണ്. നാളേക്ക് നമ്മൾ ഇതിൻ്റെ മേലെ കിടന്ന് ഉറങ്ങുമ്പോൾ 11,500 12,500 വന്നിട്ട് പോക്ക്. അപ്പോഴും നമുക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നില്ല. ചുവന്ന താഴ്വര വേണമെങ്കിൽ ഇതിനെയും വാലി ഓഫ് ഫ്ലവേഴ്സ് എന്നൊക്കെ വിളിക്കാമല്ലേ. ഹൈ, ആകാശത്തോളം മുട്ടി നിൽക്കണ മലനിരകൾ. ഒരു വർഷം ഇത് ആകാശം ക്രോസ് ചെയ്ത് മൂടി പോയിട്ടോ. വീണ്ടും മഴ പേടിപ്പിക്കാൻ വന്നു തുടങ്ങി. വീണ്ടും ചെറുതായിട്ട് തൂളുണ്ട്. ചിലപ്പോൾ പോഞ്ചോറേണ്ട വരും. നനഞ്ഞു കഴിഞ്ഞാൽ ആകെ സീനാവും. ഭയങ്കര തണുപ്പ് വരും. എൻ്റെ ആണെങ്കിൽ സാധാ അരക്കപ്പോൾ നമ്മുടെ 100 രൂപ പ്ലാസ്റ്റിക് പോഞ്ചോ, ഞാനത് ഫുള്ള് വേണമെന്ന് പറഞ്ഞിട്ട് മേടിച്ചതാണ്. അതെനിക്ക് പകുതിയുള്ളതാണ് കിട്ടിയത്. ഐ എം ട്രാപ്പിഡ്. എന്തായാലും നമ്മൾ പോകുന്ന ഒരു അടിപൊളി സീനറീസിലൊക്കെ കാണുന്ന പോലത്തെ ഒരു സീനിൽ കൂടെയാണ്. പക്ഷേ ഈ പാറയിൽ വഴുക്കലൊക്കെ ഉണ്ടാവാം. എങ്കിലും ഇത്തരം ഭംഗിയുള്ള കാഴ്ചകൾ ഈ ട്രക്കിങ്ങിലെ നമ്മുടെ നടത്തത്തിനെയും സ്റ്റാമിനേനെയും ഈ വയ്യായികനെയും ഇതിൻ്റെ റിസ്കുകളെയും ഒക്കെ അവഗണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തരുന്ന പ്രചോദനമാണ് കേട്ടോ. ഒരു മാസ്മരികമായ വ്യൂ. എവിടെ നോക്കിയാലും ഭംഗി, എവിടെ നോക്കിയാലും ഭംഗി. സ്ട്രീമെല്ലാം കടന്നിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. നമ്മുടെ കയ്യിൽ വാട്ടർ പ്രൂഫ് ഷൂ ആയതുകൊണ്ട് ഈ തണുത്ത ഐസ് പോലെയുള്ള വെള്ളം നമ്മുടെ ഉള്ളിലേക്ക് കടക്കില്ല ഷൂവിൻ്റെ. അത് കാരണം കൊണ്ട് ചവിട്ടുന്നതിൽ കുഴപ്പമില്ല. ഒരു 8 hours വരെ ഇത് ബാക്കപ്പ് കിട്ടുമെന്നാണ് പറയണത്. അവിടെ ഒരു കോവർക്കഴുത ചത്തെടുക്കുന്നുണ്ട്. ഇവിടേക്ക് എന്തെങ്കിലും പറ്റിയാൽ തന്നെ പോയതാ. റിക്കവറിങ് ഒന്നുമില്ല. ഓ, അവിടെയാണ് നമ്മുടെ ആൾക്കാർ. നടന്ന് ഒരു പരിവായിപ്പോൾ റെസ്റ്റ് എടുത്താണ് നമ്മുടെ. ഹായ്, വേർ ആർ യു ഫ്രം? ഇവരെല്ലാം സൗത്ത് കൊറിയന്ന്. Sleeping? No, not sleeping. This died. Died? Okay. അപ്പോൾ അവിടെ ഒരു കഴുത ചത്ത് എടുക്കണ്ട. എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ വേർത്ത് പോയി. എൻ്റെ എല്ലാ തണവൊക്കെ മാറി. അയ്യോ, ഇവിടെ ഇരുന്നാലും കാഴ്ച. ചെമ്മരിയാടുകളൊക്കെ അവിടെ മേഞ്ഞ് നടക്കണ ഒരു ബാക്ക്ഗ്രൗണ്ട്. ഇതിന് മുന്നേ മറ്റേ ഗുദാസേ ജന്നത്ത് ഓ മേരി ആ പടം കീർത്തി ചക്ര, അതിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇവിടെ വന്നപ്പോൾ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട്. മോനെ, നമ്മുടെ ആളുകൾ അവിടെ നിന്ന് കയറി വരണുള്ളൂ കേട്ടോ. ഇവിടെ കുറേ കല്ലും കട്ടയും കാര്യങ്ങളും ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഒരു ക്യാമ്പ് സൈറ്റ് പോലെയാണ് ഇത്. മുമ്പ് ഇവിടെ ക്യാമ്പ് ചെയ്തിട്ടുണ്ടാവും ആളുകൾ. മുമ്പത്തെ എപ്പോഴത്തേക്കോ ക്യാമ്പ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളാണ് ഇത്. ഒരു ദിവസം ക്യാമ്പ് ചെയ്തടുത്ത് തന്നെ അടുത്ത ട്രക്കിങ്ങിൽ വന്ന് നിൽക്കില്ല. അവരിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. കാരണം ബയോ സംഭവങ്ങളല്ലേ. അവിടെ കണ്ടോ കുറേ ഇടയന്മാർ ഒരു പ്രത്യേക തരത്തിൽ ചൂളം വിളിച്ച് ശബ്ദം ഉണ്ടാക്കി. ഒരു ലോഡ് ആടുകളെയും, ചെമ്മരിയാടാണ്, ഒരു ലോഡ് ആടുകളെയും വെച്ച് അവരുടെ വീട്ടിലേക്ക് പോവാം. സമയം ഒരുപാട് വൈകി തുടങ്ങി. നമ്മൾ ഭയങ്കര ലേറ്റാണ്. എന്നാലും നല്ല ഭംഗിയുള്ളൊരു കാഴ്ച. കഴിഞ്ഞത് കുറച്ച് നേരം നോക്കിയിട്ട് അത് പോവാം. സംഭവമാണ് ചെമ്മരിയാടിൻ്റെ രോമട്ട. തൊടുമ്പോൾ തന്നെ നല്ല ചോപ്പുണ്ട്. തൊടുമ്പോൾ തന്നെ നല്ല ചൂട് വാം ഒരു ഫീലാണ്. ഇതാണ് നമ്മുടെ കമ്പനി പുറപ്പ്. ഈ സാധനം വേണം നമുക്ക് ജീവിക്കാൻ ഇവിടെയൊക്കെ. അങ്ങനെ പോണു കഥാനായകന്മാർ. ആകെ അവസ്ഥയെ നടക്കാനും വയ്യ, ഇരിക്കാനും വയ്യ, ഒന്ന് ഇഴഞ്ഞാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ട്.
ഇവിടത്തെ ഇപ്പം ഏത് വഴി പോകണം എന്നുള്ളതും ചെറിയ കൺഫ്യൂഷൻ. വേർ ഈസ് ദ ബേ? നല്ല മർക്കട ദുർക്കടമായ വഴിയിലൂടെ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അല്ല ഇതാണ് KGL, ലോകത്തിലെ തന്നെ ഏറ്റവും ഹെവി ട്രക്കിങ്ങുകളിലൊന്നായിട്ടുള്ള ഈ സംഭവം. ഇങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെ ഇരിക്കാൻ? ഇതും ഒരു ഹരം തന്നെയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇത്തിരി വിഷമമുണ്ടെന്നുള്ള എന്തിനിതെന്ന് നടന്ന് ഇവിടെ എത്തിയപ്പോൾ ഇവിടുത്തെ ബാക്കി ടെൻ്റൊക്കെ കണ്ടപ്പോൾ മനസ്സിൽ ലഡ്ഡു പൊട്ടി. എത്തിപ്പോഴാ കുട്ടിയെ. പക്ഷേ നോ രക്ഷ. ഇനിയും പോകണം. നാളേക്ക് ഈ ബാഗിൻ്റെ വെയിറ്റും ഹൈ ആറ്റിറ്റ്യൂഡിൻ്റെ ഒരു സംഭവം നമുക്ക് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ ഓക്കെ ആയിരിക്കും. നോ പ്രോബ്ലം, വി വിൽ സർവൈവ്. അതുകൊണ്ട് അങ്ങേ അറ്റത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്ത് മൈൽസ് ആൻഡ് മൈൽസ് ആൻഡ് മൈൽസ് പോയിട്ട് ഇങ്ങേ അറ്റത്തെത്തി. അതാണ്ട് ഈ പാറ കയറിയ തൊട്ടപ്പുറത്താന്ന് പറഞ്ഞ്. എന്നിട്ടാ അവൻ എന്നോട് അങ്ങനെ ചെയ്തേ. ഇവിടെ ടെൻ്റൊന്നും കാണാനില്ല. ഇനിയും പോകണം. ഭയങ്കര തണുപ്പ് കേട്ടോ, ഭയങ്കര തണുപ്പ്. 5:30 കഴിഞ്ഞു. ഓൾമോസ്റ്റ് ഒരു 17 ഡിഗ്രിക്കും താഴെ. നമ്മുടെ AC ഫുൾ ടെമ്പറേച്ചർ താഴെ കിടക്കുന്നതായിട്ടും താഴെ. കയ്യൊക്കെ മരവിച്ച് തുടങ്ങി, കടും ചുവപ്പ് കളറായി തുടങ്ങി. സ്റ്റിക്കിൻ്റെ പിടിയിൽ മാത്രമേ പിടിക്കാൻ പറ്റൂ. ഇതേ സാധനത്ത് പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പാ, ഭയങ്കര തണുപ്പ്. പൊളി പൊളി എന്ന് പറഞ്ഞാൽ പൊളി. ഇഞ്ഞോ ഓൾമോസ്റ്റ് നിച്ചിനായി പാസിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. ഇതാ അവിടെ 2 ആളുകൾ കൊണ്ടുണ്ടോ. എനിക്ക് തോന്നുന്നു അതും കൂടി കിടക്കേണ്ടി വരും തോന്നുന്നുണ്ട്. 10 മിനിറ്റ് എന്നാണ് അവർ പറഞ്ഞത്. അവരുടെ 10 മിനിറ്റാ, നമുക്കത് 1 മണിക്കൂറിൻ്റെ ദൂരം. അപ്പോൾ ഡോറയുടെ പ്രയാണം മുന്നോട്ട്. ഇവിടുത്തെ ഏത് സീനറി എടുത്താലും ഓരോ മല കഴിഞ്ഞ് അടുത്ത മല വരുമ്പോഴും ഓരോ സ്ട്രീമിൻ്റെ ലുക്കും ഒരു രക്ഷയില്ലാത്തൊരു വ്യൂ കേട്ടോ. അങ്ങേ അറ്റത്ത് ഹിമാലയത്തിലെ മഞ്ഞ് പൊതിച്ച് കിടക്കുന്ന ഹിമാലയം കാണാം. ഫൈനലി ഇത്രയും വഴി കീഴടക്കി നമ്മുടെ ടെൻറ്റിനടുത്തെത്തി. നമ്മുടെ ടീമിൻ്റെയും അതുപോലെ കൂടെയുള്ള മറ്റു ടീമുകളുടെയൊക്കെ കുതിരകളേനെയൊക്കെ അവർ കൊണ്ടുവന്ന് ഇവിടെ സാധനങ്ങളൊക്കെ ഇറക്കി ടെൻറ്റുകളൊക്കെ അടിച്ച് വരുന്നവർക്കൊരു ചൂട് ചായ പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ചെല്ല് വേണ്ടു. ഭക്ഷണം കഴിക്കണതിന് ഭക്ഷണം കഴിക്കാം. നടന്ന് മുട്ടിയവന് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അതിന് പോവാം. അമ്മേ, ആ ബ്രൗൺ കളർ കാണാം കേട്ടോ നമ്മുടെ. അറ്റ് ലാസ്റ്റ് KGL ട്രക്കിങ്ങിൻ്റെ ഏറ്റവും കടുപ്പമുള്ളത് എന്നാൽ രണ്ടാമത്തെ കടുപ്പമുള്ളത് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഈ നിച്ചിനായി പാസ്. ഇത് നമ്മൾ 10-25 കിലോ തൂക്കം വെച്ച് തുള്ളിച്ചാടി കയറി സെറ്റാക്കി. ഇനി നാളെ വലിയ പ്രശ്നമില്ല എന്നാണ് പറയണത്. അത്യാവശ്യം സമതലങ്ങളൊക്കെയാണ്. മറ്റന്നാൾ ഒരു സാധനമുണ്ട്, ഗ്യാങ് എന്തോ വലുതാണ്, അതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ടെൻറ്റിലേക്ക് പോവാം. ഇതൊക്കെ ഒന്ന് ഇറക്കി വയ്ക്കുക ഫസ്റ്റ്. ചെരിവ് വെള്ളം വന്നാലേ ഇന്നലെ ബാഗിൻ്റെ പുറത്ത് നനഞ്ഞു. നല്ല പ്രതലത്തിലുള്ളത് അറ്റ്ലീസ്റ്റ് തലയുടെ ഭാഗം നമ്മൾ കിടന്നിട്ട് അങ്ങോട്ട് തല വയ്ക്കുമ്പോൾ ആ ഭാഗം പൊക്കത്തിൽ നിൽക്കണ മാരത്തെ കിട്ടിയില്ലെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ തലയ്ക്ക് വരുമ്പോൾ തലവേദന, അതുമാതിരി കിടന്ന് ഉറങ്ങി കഴിഞ്ഞാൽ ഉറക്കം വരായിക്കുക, അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ വരും എന്ന് ഇന്നലെ ഞങ്ങൾക്ക് മനസ്സിലായി. അത് കാരണം കൊണ്ടൊന്ന് ഞങ്ങൾ തപ്പി ഈ ടെൻ്റ് എടുത്തേക്കണ്. അവിടെ ലഗേജൊക്കെ കുത്തിക്കയറ്റി വയ്ക്കാം. ശീലേ ഉദ്ഘാടിച്ചോ, കയറിക്കോ. നമ്മുടെ യാത്ര കഴിഞ്ഞ് വന്നിട്ട്
ചൂട് ചായ കുടിക്കാം. ഭയങ്കര തണവാ. ചൂടുള്ള ചായ കെറ്റിലുമൊക്കെ ഒന്ന് കൈ വെച്ചിട്ട് കൈയൊക്കെ ഒന്ന് സെറ്റാക്കാം. അയ്യോ വിറച്ചിട്ട് വയ്യ. ചൂടുള്ള ചായമ്മ കെറ്റിലുമ്മ കൈ വയ്ക്കുമ്പോഴേ ചൂടെന്ന് തിളച്ച ചായ അത് അറിയില്ല. ആഹാ ആഹാ ഇത് ബ്രെഡും ഒക്കെയുള്ള പക്കോടയാണ്. അതുപോലെ കെറ്റിലിൽ ചൂട് ചായ വെച്ചിട്ടുണ്ട്. ചൂട് ചായ എന്ന് പറയുന്ന ഈ സംഗതി ഇപ്പം പച്ചവെള്ളമായി വെച്ചിട്ട് 10 മിനിറ്റിനുള്ളിൽ കുടിച്ചില്ലെങ്കിൽ ചായനെ പറ്റി പിന്നെ ആലോചിക്കണ്ട ഫ്രണ്ട്സ്. അപ്പോൾ കണ്ണൊക്കെ കണ്ടോ, കണ്ണൊക്കെ ആകെ ഉണ്ടമ്പരിയായി. ചൂട് അല്പമേ ഉള്ളൂ. ഈ ചായ വലിയൊരു ആശ്വാസമായിട്ടായി തണുത്തത്. നല്ല മധുരമുണ്ട്, അത് കാരണം ഗ്ലൂക്കോസിന് കുറവുണ്ടാവില്ല. രക്ഷയില്ല. അപ്പോൾ ഇന്നത്തെ തീപ്പൊരി യാത്രയുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്ന് ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ചായ കുടിക്കുക, ടെൻറ്റിൽ പോയി റെസ്റ്റ് ചെയ്യുക, അത്യാവശ്യം ബാമ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് പരട്ടി സെറ്റാവുക നാളത്തേക്ക്. നാളെ അത്ര വലിയ ടാസ്കുകളല്ല എന്ന് പറയുന്നത്. എന്തായാലും KGL യാത്രയുടെ മറ്റൊരു അടിപൊളി ഭാഗവുമായിട്ട് വീണ്ടും കാണുമ്പോഴേക്കും എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് നിച്ചനായി പാസലത്തെ ഒരു കിഡിലൻ വ്യൂ കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഈ കാണുന്നത് അസ്തമയമാണ്. ഇതുപോലൊരു വ്യൂ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും കിട്ടിയിട്ടില്ല. കിടുക്കൻ. അതുപോലെ തന്നെ നടന്ന് തളർന്നിട്ടുള്ള നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പുറകിൽ നിന്ന് വരുന്നേ ഉള്ളൂ. ഇതാ ഇങ്ങേ ഭാഗത്ത് ചന്ദ്രനെല്ലാം ഉദിച്ചു കഴിഞ്ഞു. എമ്മാതിരി വ്യൂ ആണെന്നറിയോ.